മഹത്വമാർന്ന ഇടത് രാഷ്ട്രീയത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കുക. അനിഷേധ്യ സമരശക്തി SUCI കമ്മ്യൂണിസ്റ്റിൽ അണിചേരുക. എല്ലാ ഭൂഖണ്ഡങ്ങളിലും നഗരവീഥികളിലൂടെ ജനങ്ങൾ രോഷാകുലരായി ഒഴുകുകയാണ്. മരണവ്യാപാരികളായ സാമ്രാജ്യത്വത്തിൻ്റെ യുദ്ധത്തിനെതിരായാണ് അവരുടെ പ്രതിഷേധമത്രയും. കൂലിയും തൊഴിലും അപഹരിക്കുന്ന കോർപ്പറേറ്റ് കൊള്ളയ്ക്കെതിരായാണ് അവരുടെ രോഷമത്രയും. മുതലാളിത്ത വ്യവസ്ഥയെയും അതിൻ്റെ നിർദ്ദയമായ ചൂഷണത്തിൻ്റെ കാഠിന്യത്തെയും ലോകമെമ്പാടുമുള്ള സാധാരണ മനുഷ്യർ ചുട്ടുപൊള്ളുന്ന സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ഇന്ന് മുമ്പെങ്ങുമില്ലാത്ത വിധം തിരിച്ചറിയുകയാണ്. മുതലാളിത്ത വിരുദ്ധ നിലപാടും പ്രയോഗവുമാണ് ഈ യുഗത്തിൻ്റെ ശരിയെന്ന് അസന്നിഗ്ധമായി സ്ഥാപിക്കപ്പെടുന്നു. അതിൻ്റെ പാത കാട്ടുന്ന ഉദാത്തമായ കമ്മ്യൂണിസ്റ്റ് ദർശനമാണ് മാനവരാശിയുടെ മോചനത്തിൻ്റെ ഒരേയൊരു പ്രത്യയശാസ്ത്രമെന്ന് ആവർത്തിച്ചുറപ്പിക്കപ്പെടുന്നു. മുതലാളിത്ത ചൂഷണത്തിൻ്റെ നെരിപ്പോടിൽ വെന്തു നീറുകയാണ് നമ്മുടെ രാജ്യവും. ഭയാനകമായ അസമത്വം ആയിരങ്ങളെ കൊന്നൊടുക്കുന്നു. 2 കോടി ജനങ്ങൾ കിടപ്പാടമില്ലാത്തവരായി തെരുവോരങ്ങളിൽ നരകിക്കുമ്പോൾ ബക്കിംഗ്ഹാം പാലസ് കഴിഞ്ഞാൽ ലോകത്തെ 2ാമത്തെ അത്യാഡംബര ഭവനം പണിത് ദരിദ്രരെ അപഹസിക്കുകയാണ് അംബാനിമാർ. 17 കോടി ജനങ്ങൾ മുഴുപട്ടിണിക്കാരും 51 കോടി അർദ്ധപട്ടിണിക്കാരുമാണ്. ദീർഘദൂര ട്രെയിനുകളിൽ മാടുകളെപ്പോലെ കുത്തിനിറച്ച് എല്ലാം സഹിച്ച് രാജ്യം മുഴുവൻ അലയുന്ന കോടിക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളിൽ നീറുന്നത് ഈ ദുരിതങ്ങൾ അടിച്ചേൽപ്പിച്ച സാഹചര്യത്തോടുള്ള അമർഷമാണ്. നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയോട് കലഹിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് ജനങ്ങൾ സ്വാഭാവികമായി തിരിച്ചറിയുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പ്രതിരോധത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും രാഷ്ട്രീയം ജനങ്ങൾ നിലനിൽപ്പിൻ്റെ രീതിയായി സ്വീകരിക്കാൻ സ്വയം പഠിക്കുകയാണ്. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ സാധുതയും മഹത്വവും ഇത്രമേൽ സ്ഥിരീകരിക്കപ്പെടുന്ന ഈ ദിനങ്ങളിൽ പോലും ലോക രാഷ്ട്രീയ സാഹചര്യത്തെ നിർണായകമായി സ്വാധീനിക്കാനും നയിക്കാനും പ്രാപ്തമായ നിലയിലേക്ക് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ സാധുതയും മഹത്വവും ഇത്രമേൽ സ്ഥിരീകരിക്കപ്പെടുന്ന ഈ ദിനങ്ങളിൽ പോലും ലോക രാഷ്ട്രീയ സാഹചര്യത്തെ നിർണായകമായി സ്വാധീനിക്കാനും നയിക്കാനും പ്രാപ്തമായ നിലയിലേക്ക് തൊഴിലാളി വർഗ വിപ്ലവ മുന്നേറ്റങ്ങൾ വളർന്നു വരുന്നതെന്തുകൊണ്ടാണ്? സ്വകാര്യ മൂലധന വാഴ്ചയോടുള്ള പൊതുവായ എതിർപ്പിൻ്റെയും സാമ്രാജ്യത്വ വിരുദ്ധതയുടെയും ട്രേഡ് യൂണിയൻ സമരങ്ങളുടെയും അപ്പുറത്തേക്ക് ഒട്ടനവധി രാജ്യങ്ങളിലെയും ഇടതുപക്ഷ മുന്നേറ്റങ്ങൾ ഉയരാത്തതെന്തുകൊണ്ടാണ്? വമ്പൻ സമരങ്ങളും വലിയ പൊട്ടിത്തെറികളും യുക്ത്യാധിഷ്ഠിതമായ ലക്ഷ്യങ്ങളിലേക്ക് വളരുന്നില്ല. ജനകീയ കലാപങ്ങളിലൂടെ സർക്കാരുകൾ നിഷ്കാസിതമാകുന്നു. പുതിയ ഭരണാധികാരികൾ സ്ഥാനമേൽക്കുന്നു. ഈജിപ്തിലും ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും ഭരണമാറ്റമുണ്ടായി. എന്നാൽ നിർദ്ദയമായ മുതലാളിത്ത ചൂഷണവും അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളും മാറ്റമില്ലാതെ തുടരുക മാത്രമല്ല, കൂടുതൽ രൂക്ഷമാവുകയാണുണ്ടായത്. എന്തുകൊണ്ട്? ഏറ്റവും നിർണായകമായ ചോദ്യമാണിത്. നമ്മുടെ മുന്നിലുയരുന്ന 100,000 പ്രശ്നങ്ങളുടെ പരിഹാരം ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ കുടികൊള്ളുന്നു. ഇന്നത്തെ സങ്കീർണമായ സാഹചര്യത്തിൽ മാനവരാശിയുടെ മുമ്പിലെ അതിപ്രധാനവും ഗൗരവതരവുമായ ചോദ്യം ഇതാണ്. അതിൻ്റെ ഉത്തരമാകട്ടെ പുരോഗതിയിലേക്കുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ പ്രയാണത്തിൻ്റെ മുൻപിലെ പ്രതിബന്ധങ്ങളെയും ആശങ്കകളെയും കാഴ്ചമറയ്ക്കുന്ന തെറ്റിദ്ധാരണകളെയും തുടച്ചു നീക്കുന്ന മനുഷ്യചിന്തയുടെ ഉയർന്ന രൂപവും. അതിലെത്തിച്ചേരുക എന്നതാണ് ഇന്ന് മനുഷ്യ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന ഏതൊരുവൻ്റെയും കടമ. യുദ്ധവും ദാരിദ്ര്യവും തൊഴിൽ രാഹിത്യവും ഭയാനകമായ സാംസ്കാരിക തകർച്ചയും സൃഷ്ടിക്കുന്ന മുതലാളിത്ത സാമ്രാജ്യത്വമാണ് മാനവരാശിയുടെ പ്രഥമ ശത്രു എന്നത് വിലപ്പെട്ട പാഠമാണ്. ഈ ചൂഷണാധിഷ്ഠിത സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരായ വിപ്ലവത്തിൽ തൊഴിലാളി വർഗത്തെ നയിക്കാൻ കെൽപ്പുള്ള ശരിയായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണമെന്നത് അതിലേറെ വിലപ്പെട്ട രാഷ്ട്രീയ പാഠമാണ്. പേരുകൊണ്ടല്ല, പ്രയോഗം കൊണ്ട് കമ്മ്യൂണിസ്റ്റായ പാർട്ടി. മനുഷ്യവിജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം, നിരന്തരം വികസിക്കുന്ന മാർക്സിസം എന്ന ദർശനത്താൽ സായുധമായ, ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ആന്തരിക ഘടനയുള്ള, സാമൂഹ്യ താൽപ്പര്യവുമായി താദാത്മ്യം പ്രാപിക്കാനുള്ള ജീവിത സമരത്തിൻ്റെ പ്രകാശനമായ ശരിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം. എങ്കിൽ മാത്രമേ ജനകീയ മുന്നേറ്റങ്ങൾ വിപ്ലവ പരിവർത്തനത്തിൽ കലാശിക്കൂ. ഇന്ത്യൻ മണ്ണിൽ ആ ദൗത്യം നിർവഹിക്കാൻ പിറവിയെടുത്ത പ്രസ്ഥാനം SUCI കമ്മ്യൂണിസ്റ്റ് മാത്രമാണ്. ഇന്ത്യൻ മണ്ണിലെ ഒരേയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി SUCI കമ്മ്യൂണിസ്റ്റ് പിറവിയെടുത്തു. ബ്രിട്ടീഷ് ആധിപത്യത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയ വിവിധ വിപ്ലവ ഗ്രൂപ്പുകളിൽ പ്രവർത്തിച്ചിരുന്ന ഏതാനും പേർ ചേർന്നാണ് സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻറ്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 1948 രൂപം നൽകുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന് മുഖ്യമായും നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വിദേശാധിപത്യത്തിന് അന്ത്യം കുറിച്ച് തദ്ദേശീയ ഭരണം സ്ഥാപിക്കണമെന്ന ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ.
ചൂഷണവാഴ്ചയ്ക്ക് അറുതി വരുത്തുവാൻ അതുവഴി സാധ്യമാകില്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാനായി മുന്നോട്ട് വന്നത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ജയിൽവാസം ഈ വിപ്ലവകാരികൾക്ക് തീക്ഷ്ണമായ പ്രത്യയശാസ്ത്ര സമരത്തിന് അവസരം നൽകി. ജീവിതത്തിൻ്റെ സമസ്ത രംഗങ്ങളിലുമുള്ള സമൂലമായ മാറ്റമാണ് വിപ്ലവം എന്നതുകൊണ്ട് തന്നെ ജീവിതത്തെ ആകമാനം പരിവർത്തനപ്പെടുത്തുന്നവർക്കേ അതിന് നേതൃത്വം നൽകാനാകൂ എന്നവർ മനസ്സിലാക്കിയിരുന്നു. ആ പരിവർത്തനം മാർക്സിസം എന്ന മഹനീയ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തേണ്ടത്. ആ ദർശനത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളും അതിൻ്റെ മൗലികമായ ധാരണകളും ആർജിച്ചെടുക്കാനുള്ള തീവ്രമായ ശ്രമം അവരാരംഭിച്ചു. ജയിൽ മോചിതരായ ശേഷവും കഠിനതരമായ ആ സമരം തുടർന്നു. SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാനായി അവർ നടത്തിയ ആ സമരം ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒന്നായിരുന്നു. 1920 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു. ലോകവ്യാപകമായി കമ്മ്യൂണിസ്റ്റ് ദർശനത്തിനുണ്ടായിരുന്ന യശസ്സും ജനപിന്തുണയും സ്വാഭാവികമായും ജനങ്ങളെ CPI പ്രസ്ഥാനത്തിൽ അണിനിരക്കാൻ പ്രേരിപ്പിച്ചു. പ്രതീക്ഷയോടെ ജനങ്ങൾ ആ പ്രസ്ഥാനത്തെ നോക്കിക്കണ്ടു. എന്നാൽ ദേശീയ പ്രസ്ഥാനത്തിലെ വർഗവിന്യാസങ്ങളും ധാരകളും മാർക്സിസ്റ്റ് വിശകലന പദ്ധതി പ്രകാരം വിലയിരുത്തുന്നതിൽ അവർ പൂർണ്ണമായും പരാജയപ്പെടുകയാണുണ്ടായത്. സ്വാഭാവികമായും തദനുസൃതമായ തെറ്റുകൾ രാഷ്ട്രീയ നിലപാടിലും ഉണ്ടായി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വീകരിച്ച നിലപാട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് തന്നെ അവരെ അകറ്റാനിടയാക്കി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ അധികാരത്തിൽ അവരോധിതമായ ഭരണകൂടത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നതിലും സാമ്പത്തിക ഘടന വിലയിരുത്തുന്നതിലും അവർ തീർത്തും പരാജയപ്പെട്ടു. സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യത്തെ നിർണ്ണയിക്കുന്നതിൽ സംഭവിച്ച ഈ ഗുരുതരമായ പരാജയം മൂലം രാജ്യത്തിൻ്റെ വസ്തുനിഷ്ഠ വിപ്ലവ പ്രക്രിയയെയും അതിൻ്റെ സങ്കീർണതകളെയും പ്രതിഫലിപ്പിക്കുന്ന അടിസ്ഥാന രാഷ്ട്രീയ ലൈൻ രൂപപ്പെടുത്താൻ അവർക്ക് കഴിയാതെ പോയി. ശരിയായ മാർക്സിസ്റ്റ് വീക്ഷണവും വിശകലന രീതിയും പ്രയോഗ പദ്ധതിയും ഗ്രഹിക്കുന്നതിൽ ഇക്കൂട്ടർക്ക് സംഭവിച്ച അടിസ്ഥാന പിശക് രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ മറ്റെല്ലാ മേഖലകളിലും മാർക്സിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പ്രയോഗവൽക്കരിക്കുന്നതിൽ ശേഷിയില്ലാത്തവരായി അവരെ മാറ്റി. ബൂർഷ്വാ മാനവവാദ വീക്ഷണത്തിൽ അധിഷ്ഠിതമായ ധാർമ്മിക സദാചാര നൈതിക ധാരണകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കമ്മ്യൂണിസ്റ്റ് ധാർമ്മിക സദാചാര നൈതിക ധാരണകളെ അടിസ്ഥാനമാക്കിയുള്ള തൊഴിലാളി വർഗ സംസ്കാരം നേതാക്കളുടെ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും സചേതനമായി പ്രയോഗിക്കുന്നതിലും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഉയർന്ന സാംസ്കാരിക ജീവിതം രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് ആനുപാതികമായി വളർത്തിയെടുക്കുന്നതിനും അവർക്ക് കഴിഞ്ഞില്ല. എന്നു മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് സംസ്കാരം ആർജിക്കാനുള്ള സമരത്തിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കുക പോലും ഉണ്ടായില്ല. സത്യസന്ധതയും ത്യാഗസന്നദ്ധതയും വേണ്ടുവോളം ഉണ്ടായിരുന്നിട്ടും വ്യക്തി ജീവിതത്തിൽ നിന്നും വ്യക്തിവാദവും താൻ പ്രമാണിത്വവും ഉപേക്ഷിക്കുവാനും മാർക്സിസ്റ്റ് ദർശനത്തിനിണങ്ങും വിധം തൊഴിലാളി വർഗ സംസ്കാരം ജീവിതത്തിൽ പാലിക്കുവാനും മാതൃകായോഗ്യരായ കമ്മ്യൂണിസ്റ്റുകളായി മാറുവാനും CPI നേതൃത്വത്തിന് കഴിയാതെ പോയി. സ്വാഭാവികമായും ബൂർഷ്വാ പെറ്റിബൂർഷ്വാ സംസ്കാരങ്ങളുടെ ഉൽപ്പന്നമായ ഗ്രൂപ്പിസവും വിഭാഗീയതയും തുടക്കം മുതൽ തന്നെ ആ സംഘടനയുടെ ഭാഗമായി. പ്രത്യയശാസ്ത്ര കേന്ദ്രീയതയെ ആധാരമാക്കി സംഘടനാ കേന്ദ്രീയത സൃഷ്ടിച്ചുകൊണ്ട് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ജൈവശരീരത്തിന് സമാനമായ ലെനിനിസ്റ്റ് പാർട്ടി സംഘടന സ്ഥാപിക്കുന്നതിൽ അവർ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇപ്രകാരം ഇന്ത്യൻ മണ്ണിൽ ഒരു ശരിയായ തൊഴിലാളി വർഗ വിപ്ലവ പാർട്ടി നിലവിലില്ല എന്ന ചരിത്രപ്രധാനമായ നിഗമനത്തിൽ സഖാവ് ശിവദാസ് ഘോഷും സഖാക്കളും എത്തിച്ചേർന്നു. അങ്ങനെ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ യഥാർത്ഥ വിപ്ലവ പാർട്ടി എന്ന നിലയിൽ SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ അവർ തീരുമാനമെടുത്തു. വിട്ടുവീഴ്ചയില്ലാത്ത സത്യാന്വേഷണവും കണ്ടെത്തിയ സത്യത്തെ കലവറയില്ലാതെ മുറുകെ പിടിക്കാനുള്ള സന്നദ്ധതയും ആധാരമാക്കി അനിതര സാധാരണമായ ഒരു വിപ്ലവ സമരത്തിന് അവർ തയ്യാറായി. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സംബന്ധിക്കുന്ന മാർക്സിസ്റ്റ് സമീപനം വികസിപ്പിച്ചുകൊണ്ട് ആ വിപ്ലവകാരികളിൽ പ്രത്യയശാസ്ത്ര കേന്ദ്രീയതയ്ക്ക് ജന്മം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വങ്ങൾക്കനുസൃതമായി സംഘടനാ സംവിധാനവും കെട്ടിപ്പടുത്തു. അവ്യക്തികമായ ആ സമരം എല്ലാവരുടെയും നേതാവായി ശിവദാസ് ഘോഷ് ഉയർന്നു വരുന്നതിന് സ്വാഭാവികമായ വഴിയൊരുക്കി. പാർട്ടിയുടെ ആചാര്യനും വഴികാട്ടിയുമായി വളർന്ന അദ്ദേഹത്തിൻ്റെ കഠിനമായ ജീവിത സമരം മാർക്സിസത്തിൻ്റെ ആധികാരിക നേതൃത്വത്തിൻ്റെ തലത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി. മുതലാളിത്ത സംസ്കാരമായ വ്യക്തിവാദം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ നിർണായകമായി സ്വാധീനിക്കുന്ന ഒരു ചരിത്രഘട്ടത്തിൽ ആ വ്യക്തിവാദത്തിൽ നിന്ന് മുക്തമാകാനുള്ള സമരമാണ് കമ്മ്യൂണിസ്റ്റുകൾ ഏറ്റെടുക്കേണ്ടതെന്ന് സഖാവ് ശിവദാസ് ഘോഷ് ചൂണ്ടിക്കാണിച്ചു. തൊഴിലാളി വർഗ സംസ്കാരമായ സാമൂഹികത ആർജിക്കാനുള്ള സമരം തന്നെയാണത്.
ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിക്കൊണ്ട് മാത്രമേ ഈ സമരം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. വിപ്ലവത്തോടും തൊഴിലാളി വർഗത്തോടുമുള്ള കൂറ് വിപ്ലവ പാർട്ടിയോടുള്ള കൂറായി മാറുന്നത് അതുകൊണ്ടാണ്. മാർക്സിസം ലെനിനിസത്തിൻ്റെ വികസിത ധാരണയാൽ നയിക്കപ്പെടുന്ന മുന്നേറ്റങ്ങൾ മാത്രമേ വിപ്ലവ പരിവർത്തനത്തിൽ കലാശിക്കൂ. ലെനിൻ അനന്തര കാലഘട്ടത്തിൽ സാർവദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അഭിമുഖീകരിച്ച ആശയപരവും സംഘടനാപരവുമായ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സംബന്ധിച്ച് മാർക്സിസം ലെനിനിസത്തിൻ്റെ ശാസ്ത്രീയ പദ്ധതി പ്രകാരം ശരിയായ ധാരണ വികസിപ്പിച്ചെടുക്കുന്നതിൽ വിജയം വരിച്ച മഹാനായ തൊഴിലാളി വർഗ നേതാവായിരുന്നു സഖാവ് ശിവദാസ് ഘോഷ്. എന്നാൽ അദ്ദേഹം പ്രദാനം ചെയ്ത മാർക്സിസം ലെനിനിസത്തിൻ്റെ ആധുനിക ധാരണ ആർജിക്കുന്നതിലും പ്രയോഗിക്കുന്നതിലും പകർത്തുന്നതിലും സംഭവിച്ച ചരിത്രപരമായ പരിമിതിയാണ് സോഷ്യലിസ്റ്റ് ക്യാമ്പിൻ്റെ പതനത്തിനും ഇന്ന് കാണുന്ന തിരിച്ചടിക്കും കാരണമായത്. കമ്മ്യൂണിസ്റ്റ് മുദ്ര പേറിക്കൊണ്ട് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ തൊഴിലാളി വർഗത്തിൻ്റെ അഗ്രിമാചാര്യന്മാരുടെ പാഠങ്ങൾ ഇന്ന് കാണുന്നില്ല. സഖാവ് ശിവദാസ് ഘോഷ് പകർത്തുന്ന ആധുനിക മാർക്സിസ്റ്റ് ധാരണ ഈ പ്രസ്ഥാനങ്ങളിൽ പലതിൻ്റെയും പരിഗണനാ വിഷയം പോലുമല്ല. ഇപ്പോൾ നേരിടുന്ന ഗുരുതരമായ പ്രത്യയശാസ്ത്ര വ്യതിയാനങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും മൂലകാരണം ഈ സാഹചര്യമാണ്. മഹാനായ സ്റ്റാലിന് ശേഷം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തിരുത്തൽവാദം പിടിമുറുക്കി. മാർക്സിസ്റ്റ് പാതയിൽ നിന്നുള്ള വ്യതിചലനം പാർട്ടിയെ ആശയപരമായും സംഘടനാപരമായും ദുർബലമാക്കി. സാർവദേശീയ രംഗത്ത് ഇത് സൃഷ്ടിച്ച പ്രത്യാഘാതം വളരെ വലുതായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ മാത്രമല്ല, സോഷ്യലിസ്റ്റ് ചേരിയുടെ തകർച്ചയ്ക്ക് തന്നെ ഇത് ഇടയാക്കി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുത്തൽവാദ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മഹാനായ മാവോ സേതൂങ്ങിൻ്റെ ശ്രമവും പൂർണ്ണ വിജയം കണ്ടില്ല. അതോടെ ചൈനീസ് വിപ്ലവവും പിന്നോട്ടടിക്കപ്പെട്ടു. സോഷ്യലിസ്റ്റ് ചേരിയുടെ തകർച്ച സാമ്രാജ്യത്വ ചേരിക്ക് മേധാവിത്വം നൽകി. ലോക കമ്പോളത്തിൻ്റെ ദൃഢീകരണത്തിനായി ആഗോളീകരണ നയങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു. ലോകത്തെ അപൂർവം സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലൊഴികെ എല്ലാവരും ആഗോളീകരണത്തെ പുൽകി. ലോക ജനതയാകെ വർദ്ധിത വീര്യത്തോടെയുള്ള മുതലാളിത്ത ചൂഷണത്തിൽ ഞെരിപിരി കൊണ്ടു. മാർക്സിസം ശാസ്ത്രമാണ്. എല്ലാ ശാസ്ത്രശാഖകളെയും കോർത്തിണക്കുന്ന ശാസ്ത്രങ്ങളുടെ ശാസ്ത്രം. അനുനിമിഷം വികസിച്ചുകൊണ്ടേ ഏതൊരു ശാസ്ത്രശാഖയ്ക്കും നിലനിൽക്കാനാകൂ. മാർക്സിസത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. മനുഷ്യജീവിതത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന പുതിയ പുതിയ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിക്കൊണ്ട് മാർക്സിസത്തെ കാലോചിതം വികസിപ്പിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ടേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സമൂഹത്തെ വിപ്ലവത്തിലേക്ക് നയിക്കാനാകൂ. തിരുത്തൽവാദം ഈ പ്രക്രിയയ്ക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചത്. ലെനിന് ശേഷമുള്ള കാലഘട്ടത്തിൽ മാർക്സിസത്തിൻ്റെ സൈദ്ധാന്തിക ധാരണകൾ പര്യാപ്തമാം വിധം വികസിപ്പിച്ചെടുക്കുന്ന ദൗത്യം ചുമലിലേറ്റിയത് ശിവദാസ് ഘോഷാണ്. തിരുത്തൽവാദത്തിൻ്റെ ഉറവിടം കണ്ടെത്തിയ അദ്ദേഹം സാമൂഹികമായും വ്യക്തിപരമായും കമ്മ്യൂണിസ്റ്റുകൾ അനുവർത്തിക്കേണ്ട സമരത്തിൻ്റെ ഉയർന്ന തലങ്ങൾ വ്യക്തമാക്കി തന്നു. സാമൂഹ്യ താൽപ്പര്യവുമായി വ്യക്തി താൽപ്പര്യത്തെ താദാത്മ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഉയർന്ന ജീവിത സമരം അനിവാര്യമാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആ മൂശയിൽ വാർത്തെടുക്കുകയും ചെയ്തു. സംഘടനയെ സംബന്ധിച്ച ഈ വികസിത ധാരണ ആർജിക്കുന്നതിൽ പരാജയപ്പെട്ടതുമൂലം ഇന്ത്യയിലടക്കം എല്ലാ രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ധാർമ്മികമായ തകർച്ച നേരിട്ടു. സംഘടനാ രംഗത്തും സൈദ്ധാന്തിക തലത്തിലും നേരിട്ട ഈ തിരിച്ചടിയോടൊപ്പം ആഗോളീകരണം അഴിച്ചുവിട്ട മാർക്സിസ്റ്റ് വിരുദ്ധ പ്രചാരണം കൂടിയായപ്പോൾ പിന്തിരിപ്പത്തത്തിന് ആഗോളതലത്തിൽ വലിയ മേൽക്കൈ കൈവന്നു. കഠിനമായ വിപ്ലവ സമരപാത വെടിഞ്ഞ് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ ശീതള ഛായയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചേക്കേറി. ലോകത്തെ അധ്വാനിച്ച് ജീവിക്കുന്ന ജനകോടികൾ നിർദ്ദയമായ മുതലാളിത്ത ചൂഷണത്തിന് എറിഞ്ഞു കൊടുക്കപ്പെട്ടു. മുതലാളിത്ത ഉൽപ്പാദനം സഹജമായി തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. കമ്പോള പ്രതിസന്ധി മറികടക്കാൻ അതിനാവില്ല. താൽക്കാലികമായ പ്രശ്നപരിഹാരങ്ങളും ക്ഷണികമായ നേട്ടങ്ങളും പെരുപ്പിച്ചു കാണിച്ച് മുതലാളിത്തം ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ജീവിതത്തിൽ അത് സൃഷ്ടിക്കുന്ന ദുരിതങ്ങൾ ജനങ്ങളെ പ്രതിഷേധത്തിൻ്റെയും സമരങ്ങളുടെയും പാതയിലേക്ക് തള്ളിവിടുക തന്നെ ചെയ്യും. പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തിയിട്ടും ജനരോഷം ഒഴിവാക്കാനാകുന്നില്ല. വികസിത മുതലാളിത്ത രാജ്യങ്ങളിലടക്കം പണിമുടക്കുകളും സമരങ്ങളും ഉയർന്നു വരുന്നത് അതുകൊണ്ടാണ്. സോഷ്യലിസ്റ്റ് ചേരി പ്രബലമായിരുന്നപ്പോൾ ലോകത്തൊരു പരിധിവരെ സമാധാനവും നിലനിന്നിരുന്നു. സോഷ്യലിസ്റ്റ് ചേരിയുടെ തകർച്ചയോടെ ചെറുതും വലുതുമായ യുദ്ധങ്ങളും അധിനിവേശങ്ങളും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരുന്നു. മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള കുറുക്കുവഴി തേടലാണ് യുദ്ധം. അതോടൊപ്പം അസംതൃപ്തരായ ജനങ്ങളെ രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ അടക്കി നിർത്തുകയുമാകാം. എന്നാൽ യുദ്ധങ്ങൾ പ്രതിസന്ധി മൂർച്ഛിപ്പിക്കുന്നവയാണ്.
ജനങ്ങളിൽ 90% യാതനാപൂർണമായ ജീവിതം നയിക്കുകയും മേൽത്തട്ടിലുള്ള 10% മാത്രം സുഖലോലുപരായി കഴിയുകയും ചെയ്യുന്ന ഭീകരമായ അസമത്വമാണിന്ന് ലോകത്ത് കളിയാടുന്നത്. സോഷ്യലിസ്റ്റ് ചേരിയുടെ അഭാവത്തിൽ പ്രതിലോമ ആശയങ്ങൾ ശക്തിപ്പെടുന്നു. പ്രതിസന്ധിയിൽ അകപ്പെട്ട മുതലാളിത്ത വ്യവസ്ഥ ഫാസിസത്തിൽ അഭയം പ്രാപിക്കുന്നതായി സഖാവ് ശിവദാസ് ഘോഷ് നിരീക്ഷിച്ചു. സമ്പത്തിൻ്റെയും രാഷ്ട്രീയ അധികാരത്തിൻ്റെയും കേന്ദ്രീകരണവും സാംസ്കാരിക രംഗത്തെ ചിട്ടപ്പെടുത്തലുമായി അത് ജനങ്ങളെ ആകെ അപമാനവീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ജാതി, മതം, വംശം തുടങ്ങി എന്തും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ആയുധങ്ങളായി പ്രയോഗിക്കുന്നു മുതലാളിത്തം. ശോഷിത ജനതയുടെ ഐക്യം തകർത്ത് അവരെ അനൈക്യത്തിൽ തളച്ചിടാനുള്ള ചതിപ്രയോഗമാണിത്. അമാനുഷ്യനായ ഒരു നേതാവിൻ്റെ പരിവേഷം സൃഷ്ടിച്ച് അയാളെ രക്ഷകനായി അവതരിപ്പിച്ചിരിക്കുന്നു. അയാളുടെ ആജ്ഞയ്ക്കനുസരണം എന്ത് ഹീനകൃത്യം ചെയ്യുവാനും തയ്യാറാകുന്ന ആൾക്കൂട്ടമായി ജനങ്ങൾ ക്രമേണ മാറ്റപ്പെടുകയാണ്. സോഷ്യലിസ്റ്റ് ചേരിയുടെ പതനത്തോടെ ലോകമെമ്പാടും പ്രതിലോമാശയങ്ങൾ പത്തിവിടർത്തിയാടുന്നു. നവനാസി പ്രസ്ഥാനങ്ങൾ ഇതിൽ നിന്ന് ഊർജം നേടി രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരും. അധികാരത്തിലിരിക്കുന്ന പാർട്ടി കൈക്കൊള്ളുന്ന നയ നടപടികളെല്ലാം കോർപ്പറേറ്റുകൾക്ക് അനുകൂലവും അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കെതിരുമായിരിക്കും. ജനങ്ങളുടെ ഭരണത്തോടുള്ള വെറുപ്പ് മുതലെടുത്ത് മുതലാളി വർഗത്തിൻ്റെ തന്നെ വിശ്വസ്തമായ മറ്റൊരു പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയെ അധികാരത്തിലെത്തിക്കാനും അതുവഴി മുതലാളിത്ത വാഴ്ച സുഗമമായി തുടരുവാനുമുള്ള തന്ത്രങ്ങളാണ് മുതലാളി വർഗം പയറ്റുന്നത്. തിരഞ്ഞെടുപ്പുകളും ഭരണഘടനയും ഒന്നും ഇവിടെ ജനങ്ങളുടെ രക്ഷയ്ക്കെത്തുന്നില്ല. ഗവൺമെൻറ്റിനും ജനങ്ങൾക്കുമിടയിൽ നിലകൊണ്ട് ജനങ്ങളെ സത്യം അറിയിക്കാൻ ബാധ്യസ്ഥമായ മാധ്യമങ്ങളാകട്ടെ ഭൂരിഭാഗവും ഭരണവർഗത്തിൻ്റെ കുഴലൂത്തുകാരായി അധപ്പതിച്ചിരിക്കുന്നു. ജനങ്ങളുടെ അന്തിമാശ്രയമായ ജുഡീഷ്യറി പോലും ഭരണവർഗ താൽപ്പര്യ സംരക്ഷകരായി പ്രത്യക്ഷപ്പെടുകയാണ്. എല്ലാ പാർട്ടികളും കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ ഭരണകക്ഷികളാകുന്നതോടെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ പ്രതിപക്ഷവുമില്ലാത്ത അവസ്ഥ വരുന്നു. തീർത്തും നിരാശ്രയരായ ജനങ്ങളും എല്ലാ അധികാരങ്ങളും കൈയാളുന്ന ഭരണവർഗവും എന്ന നിലയിലേക്ക് സമൂഹം വിഭജിക്കപ്പെടുകയാണ്. CPI പ്രസ്ഥാനങ്ങൾ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അവിഭാജ്യ ഭാഗമായി മാറി. പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത് അപരിഹാര്യമായ പ്രതിസന്ധിയിലകപ്പെട്ട മുതലാളിത്ത വ്യവസ്ഥയാണെന്ന യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവരെ വിപ്ലവ പാതയിലേക്ക് ആനയിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമതല. നമ്മുടെ രാജ്യത്ത് ഇടത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന CPM തുടങ്ങിയ പാർട്ടികളൊന്നും ഈ ദൗത്യം നിറവേറ്റുന്നതല്ല എന്നതാണ് സ്ഥിതി. ഭരണമാറ്റത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന മാർക്സിസ്റ്റേതരമായ മാർഗമാണ് അവർ പിന്തുടരുന്നത്. ഇത് ഇടതുപക്ഷ വിശ്വാസികളെ നിരാശരും നിഷ്ക്രിയരുമാക്കുന്നു. ഇന്ത്യയിൽ പിന്തിരിപ്പൻ ശക്തികളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് സമരപാത വെടിഞ്ഞ ഇടതുപക്ഷ കക്ഷികളുടെ വഞ്ചനയാണ്. ഭരിക്കാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ അവർ മുതലാളിത്ത നയങ്ങൾ തന്നെ നടപ്പിലാക്കി. ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ കരിനിയമങ്ങൾ പഠിച്ചുണ്ടാക്കി അടിച്ചമർത്താൻ തുനിഞ്ഞു. അധികാര കസേരകൾ ഉറപ്പിക്കാൻ വർഗീയമായ ചേരിതിരിവുകൾ പോലും സൃഷ്ടിച്ചു. വർഗീയതയും വിഭാഗീയതയും വളർത്തുന്ന പ്രസ്ഥാനങ്ങളുമായി ചങ്ങാത്തം സ്ഥാപിച്ചു. മുതലാളിത്തത്തിൻ്റെ കൂടപ്പിറപ്പായ അഴിമതിയിൽ നിന്ന് പോലും ഇവർക്ക് മോചനമില്ലാത്തത് ഈ മുതലാളിത്ത പാതയിലൂടെയുള്ള സഞ്ചാരത്തിൻ്റെ ഫലമായാണ്. കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി കടം വാങ്ങി നാട് നന്നാക്കുമെന്ന മിഥ്യ പിന്തുടരുന്നവരാണ്. ആഗോളീകരണത്തിൻ്റെ ഇത്തരം ചെപ്പടി വിദ്യകൾ ജനജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ശമ്പളവും പെൻഷനും ക്ഷേമ പെൻഷനുകളും കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞി പോലും മുടങ്ങുന്ന സ്ഥിതിയിൽ നാടിനെ എത്തിച്ചത് ഇവർ പിന്തുടരുന്ന മുതലാളിത്ത നയങ്ങൾ തന്നെയാണ്. മുതലാളിത്ത വ്യവസ്ഥ നേരിടുന്ന പ്രതിസന്ധി മൂർച്ഛിക്കും തോറും ജനങ്ങളുടെ മേലുള്ള ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിക്കുന്ന വിപ്ലവ സമരങ്ങളുടെ മാർഗം മാത്രമേ ജനങ്ങളുടെ മുന്നിലുള്ളൂ. അവിഭജിത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നില്ല എന്ന വസ്തുത സഖാവ് ശിവദാസ് ഘോഷ് 40കളിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഉയർന്ന കമ്മ്യൂണിസ്റ്റ് സ്വഭാവം ആർജിക്കാനുള്ള വ്യക്തിജീവിതത്തിലെ സമരങ്ങളും അവഗണിക്കപ്പെട്ടു. മാർക്സിസത്തിൻ്റെ ധാരണകളെ കാലോചിതം വികസിപ്പിച്ച് അതിനെ വർത്തമാനകാലത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാൻ കെൽപ്പുള്ളതാക്കുന്ന സമരത്തിലും പരാജയപ്പെട്ടു. ഈ പരാജയങ്ങളാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അത് പിളർന്നുണ്ടായ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും അപജയത്തിന് കാരണമായത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടോ ശക്തിപ്പെടുത്തിക്കൊണ്ടോ രാജ്യത്തിൻ്റെ വിപ്ലവ മുന്നേറ്റത്തിന് നേതൃത്വം സൃഷ്ടിച്ചെടുക്കാനാകില്ല. SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം അനിവാര്യമാക്കിയ സാഹചര്യം ഇതായിരുന്നു. സാർവദേശീയവും ദേശീയവുമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അഭിമുഖീകരിച്ച എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് തിരിച്ചടികളെയും
സാർവദേശീയവും ദേശീയവുമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അഭിമുഖീകരിച്ച എല്ലാ വെല്ലുവിളികളെയും നേരിട്ട തിരിച്ചടികളെയും സംഭവിച്ച പാളിച്ചകളെയും കണക്കിലെടുത്തുകൊണ്ടും അതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ടുമാണ് SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തത്. ജനാധിപത്യ മതേതര ധാരണകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജനകീയ മുന്നേറ്റങ്ങൾ വളർത്തിയെടുക്കാനുള്ള പാർട്ടിയുടെ പരിശ്രമങ്ങൾ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന സമരപ്രക്രിയയാണ്. ശാസ്ത്രീയ മനോഘടനയും യുക്തിബോധവും ആസൂത്രിതമായ ആക്രമണങ്ങൾക്കിരയാകുന്ന വർത്തമാനകാലത്ത് സയൻസിൻ്റെ പ്രചാരണത്തിന് പാർട്ടി വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. ജനങ്ങളിൽ സ്പർദ്ധ വളർത്തുന്ന ഫാസിസ്റ്റ് തന്ത്രത്തെ ചെറുക്കുന്നതിനായി ജനൈക്യം ഊട്ടിയുറപ്പിക്കുന്ന സാഹോദര്യം ഉയർത്തിപ്പിടിക്കുന്ന ജനകീയ കൂട്ടായ്മയും കലാസാഹിത്യ സംരംഭങ്ങളും ശ്രദ്ധാപൂർവം വളർത്തിയെടുക്കുന്നു. മദ്യവിപത്തിനെതിരെ, സ്ത്രീപീഡനങ്ങൾക്കെതിരെ, അശ്ലീലതയ്ക്കെതിരെ സാംസ്കാരിക മുന്നേറ്റങ്ങൾ പോഷിപ്പിക്കുന്നു. ചരിത്ര പാഠങ്ങളും സയൻസിൻ്റെ അടിസ്ഥാന ധാരണകളും നിഷേധിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ അക്കാദമിക രംഗത്തെ ആകെ ഉൾക്കൊള്ളുന്ന ചെറുത്തുനിൽപ്പും വളർത്തിയെടുക്കുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വർഗ ബഹുജന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇടത് രാഷ്ട്രീയത്തിൻ്റെ പ്രാണനായ സമര സംഘാടനമെന്ന ചരിത്ര കടമ നിറവേറ്റുന്ന SUCI കമ്മ്യൂണിസ്റ്റിനെ ശക്തിപ്പെടുത്തുക. സമരം ഒരു ജീവിത ശൈലിയായി വളർത്തിയെടുക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത്. മൗലികാവകാശങ്ങൾക്കും പൗരാവകാശങ്ങൾക്കും വേണ്ടി പോലും പൊരുതേണ്ടി വരുന്ന സ്ഥിതി. ലോകത്തിൻ്റെ നാനാകോണുകളിൽ ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്, അനീതിക്കെതിരെ നിലപാടെടുക്കുന്നുണ്ട്. ഇത് ആശാവഹം തന്നെ. എന്നാൽ ഈ സമരങ്ങൾ പൊടുന്നനെ ഉണ്ടാകുന്ന പൊട്ടിത്തെറികളായി കെട്ടടങ്ങിപ്പോകും. താൽക്കാലിക നേട്ടങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട് പിൻവാങ്ങും. അതുകൊണ്ട് തന്നെ മുതലാളിത്ത ചൂഷണ വ്യവസ്ഥയ്ക്ക് കാര്യമായ പരിക്കുകൾ ഏൽപ്പിക്കാൻ അവയ്ക്ക് കഴിയാതെ പോകും. എല്ലാ ജനകീയ മുന്നേറ്റങ്ങളെയും മുതലാളിത്ത വ്യവസ്ഥയ്ക്കെതിരായ വിപ്ലവ മുന്നേറ്റത്തോട് കോർത്തിണക്കാൻ കഴിഞ്ഞാലേ ശാശ്വത പരിഹാരത്തിലേക്ക് മുന്നേറാനാകൂ. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇവിടെ അനിവാര്യമാകുന്നു. SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സുപരീക്ഷിതമായ ആ നേതൃത്വം. തെളിഞ്ഞ ആശയ വ്യക്തതയോടെ ശരിയായ സമരപ്രക്രിയ പിന്തുടർന്ന് ജീവിത ദുരിതങ്ങളുടെ ആകെ ശാശ്വത പരിഹാരം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഒരേയൊരു നേതൃത്വം. കഴിഞ്ഞ വർഷം കേരളത്തിൽ പടുത്തുയർത്തപ്പെട്ട ഐതിഹാസികമായ ആശാസമരവുമായി ബന്ധപ്പെടുത്തി SUCI കമ്മ്യൂണിസ്റ്റ് എന്ന പ്രസ്ഥാനത്തിൻ്റെ നാമം സംസ്ഥാനത്ത് പ്രമുഖ മാധ്യമങ്ങളിലുൾപ്പെടെ മാസങ്ങളോളം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഭരണമുന്നണിയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷിയായ CPIM ആശാസമരത്തെ ആക്രമിക്കാനും ദുർബലപ്പെടുത്താനും ഇടയാക്കുമെന്ന് വ്യാമോഹിച്ച് ആശാസമരത്തിൻ്റെ പിറകിൽ SUCI ആണെന്നും വലതുപക്ഷ പാർട്ടികളുമായി ചേർന്ന് LDF സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും പ്രചരിപ്പിക്കുകയുണ്ടായി. CPIM പ്രചാരണത്തോട് പ്രതികരിച്ചുകൊണ്ട് ആശാസമരം നയിക്കുന്നത് SUCI അല്ല എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കുകയുണ്ടാക്കി. ഇല്ലാത്ത പങ്ക് ഉണ്ടെന്ന് സ്ഥാപിച്ച് സമരത്തിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ഏതൊരു പാർലമെൻ്ററി പാർട്ടിയും പണിയെടുക്കുന്ന നമ്മുടെ നാട്ടിൽ SUCI അതിന് നേർ വിപരീതമായ നിലപാടാണ് സ്വീകരിച്ചത്. ജനാധിപത്യ സമരങ്ങളുടെ സംഘാടനത്തെ സംബന്ധിച്ച് SUCI കമ്മ്യൂണിസ്റ്റ് ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ ജനാധിപത്യ വീക്ഷണമാണ് ഈ നിലപാടിൽ പ്രതിഫലിക്കുന്നത്. ഭരണാധികാരികളുടെ നയങ്ങൾക്കും നടപടികൾക്കും ഇരയാകുന്ന ജനങ്ങൾ എല്ലാത്തരം സങ്കുചിതമായ പരിഗണനകൾക്കും അതീതമായി സമരോപകരണങ്ങൾ എന്ന നിലയിൽ സ്വന്തം സമരസമിതികളിൽ അണിനിരക്കുക എന്ന ആഹ്വാനമാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരം സമരസമിതികൾ സംഘടിപ്പിക്കാൻ തികഞ്ഞ ആത്മാർത്ഥതയോടെ സങ്കുചിത പാർലമെൻ്ററി താൽപ്പര്യത്തിൻ്റെ കണിക പോലുമില്ലാതെ പാർട്ടിയുടെ പ്രവർത്തകർ രാജ്യം മുഴുവൻ വിശ്രമരഹിതമായി പ്രയത്നിക്കുകയാണ്. ആശാസമരത്തിലും പ്രസ്തുത പങ്ക് പൂർണ്ണ പ്രതിബദ്ധതയോടെ പാർട്ടി പ്രവർത്തകർ നിറവേറ്റി. സമരത്തിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്താനും പ്രക്ഷോഭഘട്ടങ്ങൾ നിർണ്ണയിക്കാനും ആകമാനം സമരത്തെ നയിക്കാനും ജനങ്ങൾ മുന്നോട്ട് വരുന്നതോടെ ജനകീയ സമരങ്ങൾ മഹത്തായ രാഷ്ട്രീയ പാഠശാലകളായി മാറുന്നു. പ്രബുദ്ധ ശക്തിയായി ഉയർന്നുകൊണ്ട് ബദൽ അധികാരശക്തിയായി ജനങ്ങൾ മാറുന്നു. സമരവേദിയിൽ രൂപം കൊള്ളുന്ന സാഹോദര്യം എല്ലാത്തരം ഭേദങ്ങളെയും തുടച്ചുമാറ്റി കെട്ടുറപ്പുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നു. സമരത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് ജനങ്ങൾ നേതാക്കളായി വളരുന്നു. വരാനിരിക്കുന്ന നാളുകളിലെ വമ്പൻ പ്രക്ഷോഭങ്ങളുടെ നായകരെ ഓരോ സമരവും സൃഷ്ടിക്കുന്നു. ജനകീയ സമര സംഘാടനമെന്ന അത്യന്തം ഗൗരവമുള്ള ഈ ഇടതുപക്ഷ രാഷ്ട്രീയ ദൗത്യം ഒരു വീഴ്ചയും വരുത്താതെ നിർവഹിക്കുന്നതിൽ SUCI പ്രതിജ്ഞാബദ്ധമാണ്. അന്തമില്ലാത്ത ജീവിത ദുരിതങ്ങളിലേക്ക് ജനങ്ങളെ ചവിട്ടിത്താഴ്ത്തുന്ന മുതലാളിത്ത വ്യവസ്ഥയിൽ വ്യാമോഹം സൃഷ്ടിക്കുകയല്ല, മറിച്ച് ഈ അധികാര വ്യവസ്ഥയ്ക്കെതിരെ ആർത്തിരമ്പുന്ന ശക്തിയായി ജനങ്ങളെ കോർത്തിണക്കുകയാണ് വേണ്ടത്. പ്രസ്തുത ചരിത്ര കടമ നിറവേറ്റാൻ സർവാർത്ഥത്തിലും സമർപ്പിക്കപ്പെട്ട പ്രസ്ഥാനമായ SUCI കമ്മ്യൂണിസ്റ്റിനെ ശക്തിപ്പെടുത്തണമെന്ന് ഏവരോടും അഭ്യർത്ഥിക്കുന്നു.